ഹായ് ഗൈസ്, 1500 താഴെ വരുന്ന 5 കിട്ടിലൻ സുനാപ്പികളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതായത് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന 5 കിട്ടിലൻ എയർബഡ്സുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ്. പിന്നെ ഇതേപോലത്തെ ഒരുപാട് അധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ ഇയർബഡ്സ് ഒക്കെ വാങ്ങാൻ നിൽക്കുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നീ വിഷയത്തേക്ക് പാടാമായണ്ടി. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഇയർബഡ് ആയിട്ട് വരുന്നത് ബോട്ട് എയർഡ്രോപ്സ് 131 Elite പ്ലം കേക്ക് ആണ്. എനിക്ക് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ ബോട്ട് എയർഡ്രോപ്സ് 131 Elite എന്ന് പറയുന്ന ഒരു ഇയർബഡ്സ് ആണ്. ഈ ഒരു ഇയർബഡ്സിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഹൈലൈറ്റ് ഫീച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഇയർബഡിലെ ANC വരുന്നുണ്ട്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൃത്തികെട്ട സൗണ്ടുകളൊക്കെ ഈ ഒരു ഇയർബഡ് റിമൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഒരു 60 മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ANC ഓൺ ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 54 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്യുന്നതിനാൽ ഏകദേശം 180 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈമും ഇതിൽ ലഭിക്കുന്നുണ്ട്. 30mm ഡ്രൈവേഴ്സ് വിത്ത് ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ഇതിൽ വരുന്നുണ്ട്. കോഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിക്കുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇനി ഇതിന്റെ ലോ ലേറ്റൻസിയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 ബുള്ളറ്റ് വെച്ച് കഴിഞ്ഞാൽ 75 ബുള്ളറ്റിന്റെ സൗണ്ട് മാത്രമേ നമ്മുടെ ഇയർബഡിൽ കേൾക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഈ ഒരു ഇയർബഡ് എടുക്കരുത്. ഇതിൽ ലോ ലേറ്റൻസി 65 ms മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഗെയിമിംഗ് പർപ്പസിന് വേണ്ടി ഈ ഒരു ഇയർബഡ് വാങ്ങരുത്. പിന്നീട് ഇതിൽ ഇന്നിയർ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. അതായത് ഇയർബഡിന്റെ അടുത്ത് നിങ്ങളുടെ ചെവിയിൽ തുരുക്കി കഴിഞ്ഞാൽ പാട്ട് പ്ലേ ആവുന്നതായിരിക്കും. ചെവിയിൽ നിന്ന് അടുത്ത് മാറ്റി കഴിഞ്ഞാൽ പോസ് ആവുന്നതായിരിക്കും. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 കണക്ടിവിറ്റി വരുന്നുണ്ട്. ടച്ച് കൺട്രോൾ ആണ് ഈ ഒരു ഇയർബഡ് വരുന്നത്. ഇനി ഈ ഒരു ഇയർബഡിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് 1299 രൂപ വരുന്നുണ്ട്. അതായത് 1300 രൂപ ഈ ഇയർബഡിന്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന ഇയർബഡിന്റെ പേര് നോയ്സ് ബഡ്സ് VS102 Pro എന്ന് പറയുന്ന ഒരു ഇയർബഡ് ആണ്. ഈ ഒരു ഇയർബഡിന്റെ പേര് പറഞ്ഞ് തീരുമാനിക്കുന്ന തന്നെ നേരം വെളുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഹൈലൈറ്റ് ഫീച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഇയർബഡിൽ ANC വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള PP പോം പോം എന്നുള്ള സൗണ്ടുകളൊക്കെ ഈ ഒരു ഇയർബഡ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. പിന്നീട് 70 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 150 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. അടുത്തത് 40 ms ലോ ലേറ്റൻസി ആണ് ഇതിൽ വരുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉപകാരം? നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് അത്യാവശ്യം നൈസ് ആയിരിക്കും. അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 11mm ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ENC ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ട്. ടച്ച് കൺട്രോൾ ആണ് ഈ ഒരു ഇയർബഡ് വരുന്നത്. പിന്നീട് ഇതിന്റെ പ്രൈസിന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 1199 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമതായിട്ട് വരുന്നത് ബോട്ട് ആസ്ട്ര എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഇയർബഡ് ആണ്. അപ്പൊ ഈ ഇയർബഡിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് അപ്പൊ ഈ ഒരു ഇയർബഡില് കോഡ് മൈക്ക് ENC ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് 48 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 100 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആയതുകൊണ്ട് തന്നെ ലോ ലേറ്റൻസിന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 45 ms ലോ ലേറ്റൻസി ആണ് ഇതിൽ വരുന്നത്. 13mm ഡ്രൈവേഴ്സ് ഇതിൽ വരുന്നുണ്ട്. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ട്. ടച്ച് കൺട്രോൾ ആണ് വരുന്നത്. പിന്നീട് ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആയതുകൊണ്ട് തന്നെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് 1299 രൂപ വരുന്നുണ്ട്. അതായത് 1300 രൂപയുടെ ഈ ഇയർബഡിന് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന ഇയർബഡിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ബോട്ട് എയർഡ്രോപ്സ് 800 എന്നൊരു ഇയർബഡ് ആണ്. അപ്പൊ ഈ ഇയർബഡിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഹൈലൈറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡോൾബി ഓഡിയോ വരുന്നുണ്ട്. പിന്നീട് ഇതിൽ കോഡ് മൈക്ക് ENX ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. 40 hours ഓഫ് പ്ലേ ബാക്ക് ടൈം നമുക്ക് ഈ ഒരു ഇയർബഡിൽ ലഭിക്കുന്നുണ്ട്. 5 മിനിറ്റ് ചാർജ് ചെയ്തതിന് 100 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. 10mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. വിത്ത് ബോട്ട് സിഗ്നേച്ചർ സൗണ്ടും ഇതിൽ വരുന്നുണ്ട്. അടുത്ത ഇതിന്റെ ലോ ലേറ്റൻസിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ms ലോ ലേറ്റൻസി വരുന്നുള്ളൂ. അപ്പൊ ഗെയിമിങ്ങിന് വേണ്ടി ഈ ഒരു ഐറ്റം എടുക്കരുത്. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതായത് 2 സുനാപ്പിയിൽ ഒരേ സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും.
പിന്നെ ബ്ലൂടൂത്ത് 5.3 കണക്ടിവിറ്റി വരുന്നുണ്ട്. IPX4 വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുള്ളൂ. പിന്നീട് ടച്ച് കൺട്രോൾ ആണ് വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് 1499 രൂപ വരുന്നത്. അതായത് 1500 രൂപയോളം ഈ ഇയർബഡിന്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഇയർബഡ് റിയൽമി ബഡ്സ് T110 എന്ന് പറയുന്ന ഒരു ഇയർബഡ് ആണ്. അപ്പൊ ഈ ഇയർബഡിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഇയർബഡിൽ AIENC ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. 38 അവേഴ്സ് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്തതിനാൽ ഏകദേശം 120 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. 88 ms ലോ ലേറ്റൻസി ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ 100 ബുള്ളറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇയർബഡിൽ വെറും 50 ബുള്ളറ്റേ കേൾക്കുന്നുണ്ടാവുള്ളൂ. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും എടുത്തു വെക്കാതിരിക്കുക. ബ്ലൂടൂത്ത് 5.4 കണക്ടിവിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് ബ്ലൂടൂത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് ടച്ച് കൺട്രോൾ ആണ് വരുന്നത്. അതിന് ഇയർബഡിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് 1499 രൂപ വരുന്നുണ്ട്. അതായത് 1500 രൂപയോളം ഈ ഒരു ഇയർബഡിന് വരുന്നുണ്ട്. അപ്പൊ ഈ 5 ഇയർബഡിൽ ഏത് ഇയർബഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ അതിന്റെ പേര് കമന്റ് ചെയ്യുക. അപ്പൊ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും. Bye.